ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ശാസ്ത്രിക്കണം, അച്ഛൻ എന്താ ഈ പ്രാർത്ഥന ആവർത്തിക്കണം ചോദിക്കരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ഇങ്ങനെ കർത്താവ് എനിക്ക് അഭിഷേകമായി തന്നിരിക്കുകയാണ്. ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇത്രയും കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. എന്താ കാര്യം എന്നറിയാമോ? അതിനൊരു ബൈബിൾ ഒരു സ്പിരിച്വൽ ഹിസ്റ്ററി ഉണ്ട്. എന്താണ്? കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. 39 കൊല്ലം അർപ്പിച്ച ബാണ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസാൽത്താറ് നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്ന് മനസ്സ് കുഴങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് തീരുമാനം എടുക്കണം? അങ്ങോട്ട് പോകണോ പോകണ്ടേ? സംസാരിക്കണോ വേണ്ടേ? കൊടുക്കണോ? ആ സ്ഥലമായാലും ശരി, വഴിയായാലും ശരി, കൊടുക്കണോ വേണ്ടേ? ഇങ്ങനെ ഒരു